have to find the upper limit. Okay, you have to find the upper limit of the model class. 145, 150, 155, 160, 165. 140, 145, 150, 155, 160. You know that this top is made up of with a combination of a cone as well as a hemisphere. Arithmetic progression എന്ന് പറയുമ്പോൾ ആകെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ് ഉണ്ടായിരിക്കണം ബിറ്റ്വീൻ ടു അഡ്ജസന്റ് ടേംസ്. അത് നെഗറ്റീവ് ആകാം പോസിറ്റീവ് ആവാം, ദാറ്റ് ഡസന്റ് മാറ്റർ. ഇയാൾ ആംഗിൾ 2 ആണെങ്കിൽ ഈ ആംഗിളും ആംഗിൾ 2 ആയിരിക്കും. കാരണം എന്താണ്? ബിക്കോസ് ABCD is a parallelogram and AB is parallel to CD. അങ്ങനെയാണെങ്കിൽ PQ can be considered as a transversal which cuts a pair of parallel lines. So let us move to the 18th question of our section A, and the question is the upper limit of the model class of the given distribution is. You are provided with a distribution here and you have to find the upper limit. Okay, you have to find the upper limit of the model class. Okay, so ഈ തന്നിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഒരു പ്രത്യേകതയുണ്ട്. ഇത് നമുക്ക് തന്നിരിക്കുന്നത് ബിലോ ടൈപ്പിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഇൻഡിവിജ്വൽ ക്ലാസ് ഇന്റർവൽ ആൻഡ് അതിന്റെ ഇൻഡിവിജ്വൽ ഫ്രീക്വൻസി ഫോമിലേക്ക് മാറ്റണം. ബിക്കോസ് ബിലോ ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിന്റെ കൂടെ തന്നിട്ടുള്ളത് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ആ ബിലോ ടൈപ്പ് ഫോമിനെ റെസ്പെക്റ്റീവ് ക്ലാസ് ഇന്റർവെൽസും ആൻഡ് അതിനോടൊപ്പം കൊടുത്തിട്ടുള്ള ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയെ ഇൻഡിവിജ്വൽ ഫ്രീക്വൻസീസ് ഓഫ് ഈച്ച് ഓഫ് ദ ക്ലാസ് ഇന്റർവൽ ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് അത് ചെയ്യാം. ദാറ്റ് ഈസ് നോക്കാം ക്ലാസ് ഇന്റർവൽ. ഓക്കെ, സോ ക്ലാസ് ഇന്റർവൽ നോക്കിയേ, ബിലോ ടൈപ്പില് നമ്മൾ എന്താ എഴുതേണ്ടത്? ഇവിടെ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. ഓക്കെ, സോ ബിലോ ടൈപ്പില് ബിലോ 140 എന്ന് പറയുമ്പോൾ ബിലോ കഴിഞ്ഞ് എന്താണോ തന്നിട്ടുള്ളത് അതിനെ നമ്മുടെ അപ്പർ ലിമിറ്റ് ഓഫ് ഈച്ച് ഓഫ് ദ ക്ലാസ് ഇന്റർവൽസ് ആക്കി എഴുതുക. ഓക്കെ, അപ്പർ ലിമിറ്റ് ഓഫ് ഈച്ച് ഓഫ് ദ ക്ലാസ് ഇന്റർവൽ. സോ ബിലോ 140 എന്ന് പറയുമ്പോഴത്തേക്കും എന്താ? യു ക്യാൻ കൺസിഡർ ഫ്രം 0 ഓർ അതിന്റെ ക്ലാസ് വിഡ്ത്ത് അനുസരിച്ചിട്ട് എടുക്കാം. ഞാനിവിടെ 0 എന്നുള്ള ഫോമിൽ എടുക്കുക. Okay, so next is നോക്കിയേ the 145 and 150. Okay, 155, 160, 165. Okay, can you see this? ഇനി അപ്പർ ലിമിറ്റ് എന്ത് ചെയ്യുക? തൊട്ട് മുകളിലുള്ള ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ആക്കി എഴുതുക. 140, okay, 145, next is 150, 155, 160. ഇപ്പൊ കറക്റ്റ് ആയില്ലേ? സോ ഇപ്പോ ബിലോ ടൈപ്പ് ഡേറ്റ നമ്മൾ ക്ലാസ് ഇന്റർവൽ ഫോമിലാക്കി. ഇനി ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കൂടെ തന്നിട്ടുള്ളത് അത് എടുത്ത് എഴുതുക. 4, 11, 29, 40, 46 and 51. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇൻഡിവിജ്വൽ ഫ്രീക്വൻസീസ് വേണം. കാരണം മോഡൽ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് ആ കണ്ടുപിടിക്കുന്നത്. സോ മോഡൽ ക്ലാസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ള ക്ലാസ് വേണം. സോ ഇൻഡിവിജ്വലി അത്രയും വരുന്ന രീതിയിൽ കണ്ടുപിടിക്കണം. സോ ആദ്യത്തത് അതുപോലെ തന്നെ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് നോക്കുക എന്താണ്? 11 - 4 എത്രയാണ്? 7. Okay, 11 - 4 7. ഇനി നോക്കുക 29 - 11 is equal to എത്ര കിട്ടും? 18. Okay, ഇനി 40 - 29, 40 - 29 which is equal to 11. Okay, next is 46 - 40 which is equal to 6. 51 - 46 which is equal to 5. Okay, so ഈ രീതിയിലാണ് എനിക്ക് കിട്ടിയത്. നെക്സ്റ്റ് നമ്മൾ നോക്കുക ഹയസ്റ്റ് ഫ്രീക്വൻസി. മോഡൽ ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും മോഡൽ ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്ന ക്ലാസ് ആണ്. ക്ലാസ് വിത്ത് ഹയസ്റ്റ് ഫ്രീക്വൻസി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഏറ്റവും വലുത് എവിടെയാ വരാ? 18 ആണ് അല്ലെ? ഹയസ്റ്റ് ഫ്രീക്വൻസി 18 ആണ്. ആൻഡ് അത് ഏത് ക്ലാസ് ഇന്റർവെല്ലാണ് വരുന്നത്? നമ്മുടെ 145 to 150 എന്ന് പറയുന്ന ക്ലാസ് ഇന്റർവെല്ലാണ് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ അപ്പർ ലിമിറ്റ് അല്ലേ ചോദിച്ചിട്ടുള്ളത്? യെസ്, അപ്പർ ലിമിറ്റ് ഓഫ് ദ മോഡൽ ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? 150 ഈസ് യുവർ ആൻസർ. So let us move to the 19th question of our section A. ഇത് നമുക്ക് assertion and reasoning base ചെയ്തിട്ടുള്ള question ആണ് കേട്ടോ. And question ഇവിടെ പറയുന്നുണ്ട് in the question number 19 and 20. Okay, ഒരു question കൂടെ വരുന്നുണ്ട്. A statement of assertion A is followed by a statement of reason. Choose the correct option. Okay, so let us see what is the statement A. Assertion എന്ന് പറയുന്നത് ഇതാണ്. The total surface area of the top is the sum of the curved surface area of the hemisphere and the curved surface area of the cone. So ഇവിടെ നമുക്ക് ഒരു ടോപ്പ് കാണാം. ഓക്കെ, ഈ ടോപ്പിന്റെ
ടോട്ടൽ സർഫസ് ഏരിയ, ഈ ടോപ്പിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് സം ഓഫ് ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ ഹെമിസ്ഫിയർ. ഓക്കെ, ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ ടോപ്പ് എന്ന് പറയുന്നത് എന്താണ്? കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ ഹെമിസ്ഫിയറിന്റെ ടോപ്പും അതുപോലെ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ കോണും ആണ്, ചേരുന്നതാണ് എന്ന് പറയുന്നുണ്ട്. Is it true? Yes, of course it is true, because ആ ഫിഗർ കാണുമ്പോഴേ അറിയാം, അല്ലെങ്കിലേ നമുക്കറിയാൻ പറ്റും എന്താണ്. Of course the total surface area of a top. ഓക്കെ, ഇതാ ഈ ഒരു ഷേപ്പിലുള്ളതാണ് നമുക്ക് തരുന്നെന്നുണ്ടെങ്കിൽ, ഈ ടൈപ്പ് ഈ രീതിയിലാണ് തരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാനായിട്ട് പറ്റും? അതിന്റെ ടോട്ടൽ സർഫസ് എന്ന് പറയുന്നത് is the combination. You know that this top is made up of with a combination of a cone as well as a hemisphere. Okay, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പറയാനായിട്ട് പറ്റും അവരുടെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് is the sum of the curved surface area of the hemisphere and the cone. Clear? Next, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും assertion എന്താണ്? True ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. Next, അതിന്റെ റീസണിംഗിലേക്ക് നോക്കാം. Top is obtained by joining the plane surfaces of hemisphere and cone together. Of course, ആണല്ലോ. ഒരു കോൺ ഞാനിപ്പോൾ അത് പറഞ്ഞതേ ഉള്ളൂ. അത് കോൺ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ഇവർ രണ്ടുപേരുടെ കോമ്പിനേഷനിലാണ്. ആരുടെയൊക്കെയാണ്? കോണിന്റെയും അതുപോലെ ഹെമിസ്ഫിയറിന്റെയും കോമ്പിനേഷൻ ആണ്. അതൊരു ടോപ്പ് പോലെ ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവർ രണ്ടുപേരും കോണിന്റെ സർക്കുലർ ആയിട്ടുള്ള ബേസും നമ്മുടെ ഹെമിസ്ഫിയറിന്റെ സർക്കുലർ ആയിട്ടുള്ള ബേസും ഇത് രണ്ടും എന്ത് ചെയ്യണം? രണ്ടുപേരും തമ്മിൽ അഡ്ജോയിൻ ചെയ്ത് വരുന്ന രീതിയിലായിരിക്കണം. ഓക്കെ, ആ രീതിയിൽ വരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? വി വിൽ ഗെറ്റ് എ ടോപ്പ്. അപ്പൊ എനിക്ക് പറയാൻ പറ്റും റീസണിങ് എന്ന് പറയുന്നതും എന്താണ്? ട്രൂ ആണ്. സോ അങ്ങനെയാണെങ്കിൽ അസേർഷനിങ്ങും റീസണിങ്ങും ഇവിടുത്തെ അസേർഷനും റീസണും ട്രൂ ആണ്. സോ നമുക്ക് താഴെയുള്ള ഓരോ ഓപ്ഷൻസ് ആയിട്ട് വായിച്ചു നോക്കാം. Both assertion and reason are true. Okay, അത് നമുക്ക് acceptable ആണ്. And reason is the correct explanation of assertion A. Yes, it is acceptable. Okay, I think option A ആണ് നമ്മുടെ correct ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് വരുന്നത്. എങ്കിൽ പോലും നിങ്ങൾ ബാക്കി കൂടെ ഒന്ന് വായിച്ചു നോക്കുക. Both assertion A and reason are true. Okay, but reason R is not the correct explanation of assertion. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇത് രണ്ടും ട്രൂ ആണ്. ഓക്കെ, അപ്പൊ നോക്കുമ്പോൾ ഈ രണ്ടുപേരും തമ്മിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇതിൽ ആരാണെന്നുള്ളത്. ബിക്കോസ് നമുക്ക് ചില സമയം ഡൗട്ട് ഉണ്ടാവും ഇതിന്റെ റീസൺ ഇതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. ഇവിടെ നോക്കുക, ഇവിടെ എന്തുകൊണ്ടാണ് ഈ ടോപ്പിന്റെ ടോട്ടൽ സർഫസ് നമ്മുടെ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ ഹെമിസ്ഫിയറിന്റെയും കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ കോണിന്റെയും സം ആവാൻ കാരണം എന്താണ്? കാരണം എന്ന് പറയുന്നത് ഈ ടോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കോണിന്റെയും ഒരു ഹെമിസ്ഫിയറിന്റെയും പ്ലെയിൻ ആയിട്ടുള്ള സർഫസുകൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്? അഡ്ജോയിന്റ് ചെയ്തിട്ട് തന്നെയാണ്. ദ റീസൺ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഇസ് കൺസിഡർഡ് ആസ് ദി എക്സ്പ്ലനേഷൻ ഓഫ് ദ അസേർഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇസ് ഓൾസോ ട്രൂ ഹിയർ. സോ ഐ തിങ്ക് ദ ഫസ്റ്റ് ഓപ്ഷൻ ഇതാണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ വെച്ച് കൺഫ്യൂഷൻ വേണ്ട. ബിക്കോസ് ഇവിടെ പറയുന്നു ദ ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ബട്ട് റീസൺ സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നു. സോ ഐ കാൻറ്റ് അക്സെപ്റ്റ് ദാറ്റ്. അല്ലേ? ല്ല വി കാൻറ്റ് അക്സെപ്റ്റ് ദാറ്റ്. നമുക്ക് ആർക്കും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ബാക്കി നമ്മൾ നോക്കണ്ട ബിക്കോസ് വി ഗോട്ട് ദി സെയിം ആൻസർ there. Okay, clear. So moving to the last question of our section A, question number 20. Okay, and it is also based on assertion and reasoning type, and statement A is given as -5 -5/2 0 5/2 is in arithmetic progression. അല്ലേ? അപ്പോൾ നോക്കേ, ഇതെന്ന് പറയുന്നത് -5 and -2.5 0 2.5 etc. ആ ഫോർമുല വരുന്നു. Of course, എന്താണ്? There exists a common difference between two adjacent terms there, so I can say that this is an arithmetic progression. Yes, so our assertion statement is true there. Okay, next is അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഡി എന്ത് ചെയ്യാൻ പറ്റും? നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് അവിടെ പറഞ്ഞ അസേർഷൻ ഫാൾസ് ആണ്. ഇനി അത് ഞാൻ ചെക്ക് ചെയ്യേ വേണ്ട. നെക്സ്റ്റ് റീസൺ ആർ നോക്കുക. The terms of an arithmetic progression cannot have both positive and negative rational numbers. അതായത് ഒരു arithmetic progressionന്റെ ടേംസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒന്നിച്ച് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ് വരാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് പറ്റില്ല? പറ്റും അല്ലേ? arithmetic progression എന്ന് പറയുമ്പോൾ ആകെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ് ഉണ്ടായിരിക്കണം ബിറ്റ്വീൻ ടു അഡ്ജസന്റ് ടേംസ്. അത് നെഗറ്റീവ് ആകാം പോസിറ്റീവ് ആവാം, ദാറ്റ് ഡസന്റ് മാറ്റർ. ഓക്കെ, സോ ഐ ക്യാൻ സേ ദാറ്റ് ഇവിടെ റീസണിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത് ഫോൾസ് ആണ് കേട്ടോ. സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇതിനെ രണ്ടിനെയും നോക്കേണ്ട കാര്യമില്ല. അവിടെ രണ്ടുപേരും ട്രൂ ആണ്. പിന്നെ കറക്റ്റ് എക്സ്പ്ലനേഷന്റെ കേസ് അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഓപ്ഷൻ സി. ഓക്കെ, അവർ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ. Clear? So let us start to do the session B of our sample paper, and the first question from the session is the question number 21, and it is to prove that √2 is an irrational number. Okay, ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, proving the irrationality of numbers എന്ന് പറയുന്നത്. And ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്
2 മാർക്ക് ലെവലിൽ നിന്നാണ്. സോ ഇറ്റ്സ് എൻ ഈസി ടൈപ്പ്. ഓക്കെ, ജസ്റ്റ് നമുക്ക് റൂട്ട് 2 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മാത്രം മതിയാകും. ഓക്കെ, സോ സ്റ്റേറ്റ്മെന്റ്, നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഓക്കെ, റൂട്ട് 2 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. ദിസ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് ഗിവൺ. ഇത് നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യാം. സോ നമ്മൾ പ്രൂഫ് എഴുതിയാണ്. അപ്പൊ എന്താ ചെയ്യാ? ഫസ്റ്റ് എന്താണോ ആ സ്റ്റേറ്റ്മെന്റ് നമ്മളോട് പറയുന്നത് അതിന്റെ എതിര് നമ്മൾ തിരിച്ചു പറയണം. ദാറ്റ് ഈസ് അസ്യൂം ടു ദ കോൺട്രറി ദാറ്റ്. നമ്മൾ അത് സങ്കല്പിക്കാൻ പോവുകയാണ്, ഇത് ഇങ്ങനെ അല്ല. സോ അസ്യൂം ടു ദ കോൺട്രറി ദാറ്റ്. ഓക്കെ, അസ്യൂം ടു ദി കോൺട്രറി that ഇതിന്റെ എതിരാണ്, ഓപ്പോസിറ്റ് ആണ് പറയുന്നത്. ദാറ്റ് ഈസ് റൂട്ട് 2 is an irrational number ആണെങ്കിൽ നമ്മൾ ഇനി എന്ത് പറയണം? റൂട്ട് 2 is a rational number. Okay, റൂട്ട് 2 is a rational number. And ഒരു നമ്പർ റാഷണൽ നമ്പർ ആകണമെന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്താണ്? ഇറ്റ് ഷുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് p/q where q not is equal to 0, right? So that we can write like that is root 2 is equal to p/q and q not is equal to 0 where നമ്മൾ എങ്ങനെ എഴുതാൻ പോകുന്നേ? p and q are co-prime integers. Okay, p and q are co-prime integers. That is അവർക്ക് എന്തില്ല? കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഒന്നും തന്നെ ഇല്ല എന്നുള്ള ഫോമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും ഓക്കെ ആണല്ലേ? അസ്യൂം ടു ദ കോൺട്രറി ദാറ്റ് റൂട്ട് 2 is a rational number and ഇതിന് മാർക്ക് ഉണ്ട്. ഓക്കെ, ഹാഫ് മാർക്ക്. ഓക്കെ, അസ്യൂം ടു ദ കോൺട്രറി, അതിനാണ് മാർക്ക് എന്തെന്ന് പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് എതിരെഴുതുന്നത്. പിന്നെ റൂട്ട് 2 is equal to p/q where q not is equal to 0 where p and q are co-prime integers. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ഇതിനെ ഇക്വേഷൻ 1 എന്ന് വിളിക്കാം. ഓക്കെ, ടേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ 1 ആൻഡ് ഒന്നുകൂടെ എഴുതിയാണ്. റൂട്ട് 2 is equal to p/q. ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ? I am going to square both of the sides. Okay, squaring both sides. ഈ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? 2 is equal to p² divided by q². ഇതിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഒരു മാറ്റം വരുത്താണ്, which implies p² is equal to 2q². Okay, so ഇതിന്റെ അർത്ഥം നോക്കിയേ, p² is equal to 2q². That is p² എന്ന് പറയുന്നത് 2 ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. ഈ ഒരു പ്രൂഫ് രണ്ട് രീതിയിൽ എഴുതാം. ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ എന്ന് പറയുന്ന ഫോമുല എഴുതാം. ദാറ്റ് ഈസ് 2 divides p², ആ ഫോമുല എഴുതാം. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് ടൈപ്പിലും എഴുതാം. ഓക്കെ, അപ്പൊ ഞാൻ മൾട്ടിപ്പിൾ ഓഫ് ടൈപ്പിൽ എഴുതാം. ദാറ്റ് ഈസ് ഇതിന് എന്ത് മനസ്സിലാക്കാം? p² is a multiple of what? Multiple of 2. അങ്ങനെയാണെങ്കിൽ p² 2 ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും p എന്നും പറഞ്ഞ എന്തായിരിക്കും? is a multiple of 2. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ p യെ മറ്റൊരു തരത്തിൽ എഴുതാം. p എന്ന് പറയുന്നത് ഞാൻ എഴുതുന്നു ദാറ്റ് ഈസ് ഒരു മറ്റൊരു മൾട്ടിപ്പിൾ ആണ്. 2 ന്റെ ഏതോ ഒരു മൾട്ടിപ്പിൾ ആണെന്ന് എഴുതുന്നു. ബിക്കോസ് p² is the multiple of 2. അതായത് p² is equal to 2q. അങ്ങനെയാണെങ്കിൽ p is a multiple of 2. ഞാൻ എഴുതുകയാണ് p is the mth multiple of 2. Okay, where m is an integer അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, okay, so next is ഞാൻ ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ I got like p² is equal to 4m². Okay, ഇനി നോക്കിക്കേ, ഇവിടെ ഒരു ഇക്വേഷൻ നമ്പർ 2 ഉണ്ട്. ഞാൻ ഇതിനെ ഇക്വേഷൻ നമ്പർ 3 എന്ന് എടുക്കുന്നു. ഇക്വേഷൻ നമ്പർ 2 ന്റെയും ഇക്വേഷൻ നമ്പർ 3 ന്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡുകൾ ഈക്വൽ ആണ്. So that I can equate their right hand side. That is I will get like 2q² is equal to 4m². That means q² is equal to 2m². ഇതിൽ നിന്നും എനിക്ക് കിട്ടുന്ന എന്താണ്? q² is a multiple of 2. 2 ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ q ന്റെ സ്ക്വയർ 2 ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ of course it implies that q is a multiple of 2. Okay, multiple of 2. ഒന്ന് ആലോചിച്ച് നോക്കേ, ഞാൻ നേരത്തെ അസ്യൂം ചെയ്തത് എന്താണ്? p യും q ഉം കോപ്രൈം ഇന്റീജേഴ്സ് എന്നാണ്. പക്ഷെ ഇവിടെ കിട്ടിയൊക്കെ p യുടെ മൾട്ടിപ്പിൾ ആണ് 2 ആൻഡ് q എന്ന് പറയുന്നതും p എന്ന് പറയുന്നത് 2 ന്റെ മൾട്ടിപ്പിൾ ആണ്. അതേപോലെ q എന്ന് പറയുന്നത് 2 ന്റെ മൾട്ടിപ്പിൾ ആണ്. ദാറ്റ് മീൻസ് p and q have a common factor 2 there. Okay, but according to my assumption p and q are co-prime integers. അവർക്ക് കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഉണ്ടാകില്ല. ഓക്കെ, സോ ഇവിടെ ഞാൻ ചെയ്തു വന്നപ്പോഴത്തേക്കും ഞാൻ ഉദ്ദേശിച്ച കാര്യം ദാറ്റ് ഈസ് ഞാൻ അസ്യൂം ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വന്നത്. ദാറ്റ് ഈസ് I can say that a contradiction.
Okay. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൺട്രഡിക്റ്റ് ചെയ്ത് നമ്മൾ കോൺട്രഡിക്ഷൻ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്നുള്ളത് താഴേക്ക് എടുത്ത് എഴുതുക. ദാറ്റ് ഈസ് √2 is an irrational number. Okay. √2 is an irrational number. Okay, so let us move to the question number 22 of section B, and question is ABCD is a parallelogram. Okay, so ഒരു parallelogram നമുക്ക് തന്നിട്ടുണ്ട് ABCD. അപ്പോൾ parallelogramന്റെ properties എന്താണ്? Opposite sides are equal and parallel. Okay, പിന്നെ വേറെ ഒരുപാട് properties ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ബേസിക് ആയിട്ടുള്ളത് മാത്രം ഓർത്തിരിക്കുന്നു കാരണം നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടി വരാം. Okay, point P divides AB in the ratio 2:3. Okay, AB ആ പറഞ്ഞ ഓർഡർ തന്നെ എടുക്കണം കേട്ടോ. P എന്ന് പറയുന്ന പോയിന്റ് AB, that is AP is to BP എന്നാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, AP is to BP എന്നുള്ള ഫോമിൽ എടുക്കുക. P ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ വരത്തക്ക രീതിയിൽ ഇങ്ങനെയാണ് എടുക്കേണ്ടത്. കറക്റ്റ് ഓർഡറിൽ എടുക്കുക. It is 2:3. അപ്പൊ എനിക്ക് പറയാനായിട്ട് പറ്റും ഇത് ഇപ്പോ 2:3 അല്ലേ, അപ്പൊ ഇത് ഒരു 2x എന്നും ഇതിന് ഞാനൊരു 3x എന്നും കൊടുക്കാം. ക്ലിയർ? നെക്സ്റ്റ് അടുത്തത് Q, point Q divides DC. അപ്പൊ എങ്ങനെ എഴുതണം? DQ is to QC അങ്ങനെ എഴുതാവും. തിരിച്ചെഴുതരുത്. CQ is to QD അങ്ങനെ എഴുതരുത്. തിരിച്ച് DQ is to QC തന്നിട്ടുള്ള ഓർഡറിൽ തന്നെ എഴുതാം. അപ്പൊ DQ is to QC എന്ന് പറയുമ്പോഴത്തേക്കും is equal to എത്രയെന്നാ പറഞ്ഞത്? 4:1. അപ്പൊ ഞാൻ ഇതിനെ 4 ഇതിനെ 1 ആൻഡ് കോമൺ ഫാക്ടർ ആയിട്ട് y യെ കൊടുക്കും. ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ. നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പ്രൂവ് ദാറ്റ് OC is half of OA. സോ OC എന്ന് പറയുന്ന ആൾ എവിടെയാ? ഇവിടെയാണ് ആൻഡ് OA ഇവിടെയാണുള്ളത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ട്രയാങ്കിൾസിനെ കൺസിഡർ ചെയ്യാം. സോ ദാറ്റ് OC ആൻഡ് OA എന്ന് പറഞ്ഞ സൈഡ്സ് ആയിട്ട് വരുന്ന രീതിയിലുള്ള ട്രയാങ്കിൾസിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ കൺസിഡർ ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം കൂടെ ഉണ്ട്. ഒരു പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് അല്ലെ. അപ്പോൾ ഇവിടെ നോക്കിയേ, എനിക്ക് പറയാൻ പറ്റും AB എന്ന് പറയുന്നതും DC എന്ന് പറയുന്നതും ഈക്വൽ ആണ്. ഓക്കെ, Okay, parallelogram ABCD, AB is equal to CD. എന്തുകൊണ്ടാണ്? Opposite sides equal ആണ്. They are the opposite sides. Okay. Next, അതിനെ equate ചെയ്യുമ്പോൾ AB എനിക്ക് എങ്ങനെ പറയാം? AP plus BP എന്ന് പറയാം, which is equal to, and DC എങ്ങനെ പറയാം? QD. Okay, QD plus QC എന്ന് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് 2x plus 3x is equal to 4y plus 1y എന്ന് പറയുന്ന ഫോർമുല കിട്ടും. That means 5x is equal to 5y and which implies x is equal to y. Okay, x is equal to y. അതവിടെ നിന്നോട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ റിസൾട്ട് കിട്ടുന്ന രീതിയിലേക്ക് പോവാം. That is അവിടെ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് കാണാനായിട്ട് സാധിക്കും. That is നോക്കുക, in triangle ഞാൻ കൺസിഡർ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. POA and triangle QOC. Okay, ഈ രണ്ട് ട്രയാങ്കിൾസിലും നമുക്കറിയാവുന്ന കാര്യം നോക്കിക്കേ, ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ അല്ലേ? If this is angle 1, this is also angle 1. എന്തുകൊണ്ടാ? They are vertically opposite angles അല്ലേ? അപ്പോൾ എനിക്ക് പറയാൻ പറ്റും angle POA is equal to angle QOC. Okay, vertically opposite angles. ഇനി എനിക്ക് മറ്റൊരു ആംഗിളിനെ പറ്റി പറയാം, മറ്റു ആംഗിൾസിനെ പറ്റി പറയാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് നോക്കിയേ, ഈ ആംഗിൾ, ഇയാൾ ആംഗിൾ 2 ആണെങ്കിൽ ഈ ആംഗിളും ആംഗിൾ 2 ആയിരിക്കും. കാരണം എന്താണ്? ബിക്കോസ് ABCD is a parallelogram and AB is parallel to CD. അങ്ങനെയാണെങ്കിൽ PQ can be considered as a transversal which cuts a pair of parallel lines. സോ ഇവരെന്താണ്? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ പെയർസ് ആണ്. ഇതുപോലെ തന്നെയാണ് തേർഡ് പെയറിന് സംഭവിക്കുന്നത്. If this is angle 3, എനിക്ക് എന്ത് പറയാൻ പറ്റും? This is also angle 3 എന്നുള്ള രീതിയിൽ പറയാനായിട്ട് സാധിക്കും. സോ അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. That is angle OAP. Okay, OAP എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആണ്? OCQ. ആംഗിൾ OCQ ന് ഈക്വൽ ആണ്. കാരണം എന്താണ്? They are alternate interior angles. കാരണം എന്താണ്? Because AB is parallel to CD. Okay. Next, ഇവിടെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയ സ്ഥിതിക്ക് എനിക്ക് പറയാൻ പറ്റും by AA similarity criterion. By AA similarity criterion, these two triangles are similar to each other. അപ്പോൾ കറക്റ്റ് രീതിയിൽ എഴുതുക, ഓർഡർ കറക്റ്റ് എഴുതുക. Triangle POA is similar to
P. P എന്ന് പറഞ്ഞ ആംഗിൾ 2. ആംഗിൾ 2 വന്നിട്ടുള്ളത് Q ലാണ്. ഓക്കെ, സോ QO, പിന്നെ എയുടെ കറസ്പോണ്ടിങ് ആരാണ്? ആംഗിൾ 3 വന്നത് C ലാണ്. ഓക്കെ, QOC. സോ POA is similar to QOC. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും the corresponding sides of a pair of similar triangles are proportional to each other. So OP divided by OQ is equal to OA divided by OC is equal to AP divided by CQ. Next is നമുക്ക് ഇതിൽ ആരെയൊക്കെ വേണം? നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? OC is half of OA. അപ്പോൾ നമുക്ക് OC and OA ഇവ രണ്ടുപേരും വേണം. കാരണം റേഷ്യോ എടുക്കുമ്പോൾ അവർ രണ്ടുപേരും OC and OA വേണം. പിന്നെ OP OQ ഇവരെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽ നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല. സോ ദിസ് ക്യാൻ ബി നിഗ്ലക്റ്റഡ്. ഇവരെ നമുക്ക് കളയാം. AP by CQ, AP 2x and CQ 1 by ഇത്രയുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതിനെ വെച്ച് നമ്മൾ ചെയ്യാം. ഓക്കെ, which implies OA divided by OC is equal to AP. AP is 2x divided by QC is equal to 1 by. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? OA divided by OC is equal to, നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിരുന്നു x and y are equal എന്ന്. ഓക്കെ, സോ ഈ x ഉം ഇത് രണ്ടും ക്യാൻസൽ ആയി പോയാൽ നമുക്ക് കിട്ടുന്നത് 2/1 എന്നാണ്. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ട രീതിയിലേക്ക് മാറ്റാം. ദാറ്റ് ഈസ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? OC. ഓക്കെ, OA എന്ന് പറയുന്നതും OC തമ്മിലുള്ള റിലേഷൻ ഈ രീതിയിലാണ്. എങ്ങനെയാണ്? ഹാഫ് ഓഫ് OA. OC is half of OA എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ദാറ്റ് ഈസ് നമുക്ക് കിട്ടും 2OC is equal to OA. അതിൽ നിന്നും കിട്ടും OC is equal to 1/2 OA. ഓക്കെ, സോ നമ്മൾ പ്രൂവ് ചെയ്തു and hence the proof. ചില സമയങ്ങളിൽ ഇതേ ക്വസ്റ്റ്യൻ തിരിച്ചായിരിക്കും ചോദിക്കുന്നത്. പ്രൂവ് ദാറ്റ് OA is 2 times twice OC അങ്ങനെയും ചോദിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ OC is half of OA. Okay, so according to the question you have to write there. Hence the proof.